ഹായ് ഓൾ, പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടാലിയിലെ പ്രധാനപ്പെട്ട രണ്ട് ഫംഗ്ഷനാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആക്ച്വൽ ആൻഡ് ബിൽഡ് ക്വാണ്ടിറ്റി ഫംഗ്ഷനും അതേപോലെ തന്നെ ഫ്രീ സാമ്പിൾ. ആക്ച്വൽ ആൻഡ് ബിൽഡ് ക്വാണ്ടിറ്റി ഫംഗ്ഷൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഫ്രീ സ്കീം സെയിൽസ് നടക്കുമ്പോഴാണ്. അതായത് ചില സ്ഥാപനങ്ങൾ ചില സമയങ്ങളിൽ ഓഫേഴ്സ് വെക്കാറുണ്ട്. ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ ആ പർച്ചേസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഒരെണ്ണം കൂടി ഫ്രീ ആയിട്ട് ലഭിക്കും. ചിലപ്പോൾ 5 പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്താൽ ഒരെണ്ണം ഫ്രീ ആയിട്ട് ലഭിക്കും. അങ്ങ് ആ രീതിയിലൊക്കെ ഫ്രീ സ്കീം സെയിൽസ് നടത്താറുണ്ട്. ഇങ്ങനെയുള്ള സെയിൽസ് നടക്കുമ്പോൾ ഈ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പ്രൊഡക്റ്റിന്റെ എമൗണ്ട് ഈടാക്കാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻ എങ്ങനെ ടാലിയിൽ റെക്കോർഡ് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ആക്ച്വൽ ആൻഡ് ബിൽഡ് ക്വാണ്ടിറ്റി ഫംഗ്ഷൻ. ഇത് കൂടാതെ സാമ്പിളിനെ കുറിച്ച് പറഞ്ഞു. സാമ്പിൾ സാധാരണയായി ഉപയോഗിക്കുന്നത് ഫുഡ് പ്രൊഡക്ട്സ് വിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഉദാഹരണത്തിന് ചോക്ലേറ്റ്സ്, കേക്ക് ഇവയൊക്കെ കസ്റ്റമേഴ്സിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നു. ആ കസ്റ്റമേഴ്സ് ആ ടേസ്റ്റ് ചെയ്തതിനു ശേഷം അത് ഇഷ്ടപ്പെടുകയാണെങ്കിലേ പർച്ചേസ് ചെയ്യുള്ളൂ. ഇങ്ങനെ കസ്റ്റമേഴ്സിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നതിനെയാണ് സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാമ്പിളായിട്ട് കൊടുക്കുന്നതും നമ്മുടെ സ്ഥാപനത്തിലുള്ള സ്റ്റോക്ക് ഐറ്റം കുറയുന്ന ഒരു കാര്യമാണ്. ആ ഒരു കുറവ് എങ്ങനെ ടാലിയിൽ റെക്കോർഡ് ചെയ്യാം, അതാണ് സാമ്പിൾ എന്ന സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ രണ്ട് ഫംഗ്ഷനുമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു കമ്പനി നമ്മൾ ടാലിയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, സാമ്പിൾ, ആക്ച്വൽ ആൻഡ് ബിൽഡ് ക്വാണ്ടിറ്റി. അതേപോലെ തന്നെ അതിനുവേണ്ടി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ. നമുക്കിവിടെ സ്റ്റോക്ക് ഗ്രൂപ്പ് തന്നിട്ടുണ്ട്, ഗാർമെന്റ്സ് ആണ്, തുണിത്തരങ്ങളാണ്. അതിന്റെ യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, ട്രൗസേഴ്സും ഷർട്ടും ആണ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ട് ട്രൗസേഴ്സ് 500, ഷർട്ട് 500, റേറ്റ് 400 200 ആണ്. ഓക്കെ, ഇത് ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്ത് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഇതെല്ലാം കൊടുക്കണം. അത് ആദ്യം നമുക്ക് ചെയ്യാം. അപ്പം മാസ്റ്റേഴ്സിൽ ക്രിയേറ്റ് ഓപ്ഷൻ എടുക്കുന്നു. അതിൽ ആദ്യം സ്റ്റോക്ക് ഗ്രൂപ്പ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എൻ്റെ കീ പ്രസ് ചെയ്യുകയാണ്. ഗാർമെന്റ് ആണ്, ഗാർമെന്റ് കണ്ടടിക്കുന്നു, സേവ് ചെയ്യുന്നു. എസ്കേപ്പ് അടിച്ച് ബാക്കിലോട്ട് വരികയാണ്. അടുത്തത് സ്റ്റോക്ക് കാറ്റഗറി ഇവിടെ പറയുന്നില്ല, സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്യാണ്. എൻ്റെ കീ പ്രസ് ചെയ്യുന്നു. ആദ്യത്തത് ട്രൗസേഴ്സ് ആണ്. ട്രൗസേഴ്സ് ഗ്രൂപ്പ് ഗാർമെന്റ്സ് ആണ്. കാറ്റഗറി ഇല്ല. ഇവിടുന്ന് യൂണിറ്റ്സ് ക്രിയേറ്റ് ചെയ്യണം. Alt+C പറയുന്നു. യൂണിറ്റ്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് പീസസ് ആണ്. ഷോർട്ട് ഫോം PCS, പീസസ്. ഓക്കെ, ഇവിടെ ഓപ്പണിംഗ് ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. 500 യൂണിറ്റ് ആണ്, 400 രൂപയാണ് റേറ്റ്. 500, റേറ്റ് 400, കണ്ടടിക്കുന്നു, സേവ് ചെയ്യും. അടുത്ത സ്റ്റോക്ക് ഐറ്റം ഷർട്ടാണ്. ഷർട്ട്സ്, അതും ഗാർമെന്റ്സ് ആണ്. പീസസ് 500 ആണ് യൂണിറ്റ്. ഓപ്പണിംഗ് ക്വാണ്ടിറ്റി, റേറ്റ് 200 ആണ്, കണ്ടടിക്കുന്നു, സേവ് ചെയ്യും. നമുക്ക് തന്നിരിക്കുന്ന രണ്ട് സ്റ്റോക്ക് ഐറ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എസ്കേപ്പ് അടിച്ച് ബാക്കിലോട്ട് വരികയാണ്. അതിനുശേഷം അവർ പറഞ്ഞിരിക്കുന്നത് ഒരു സെയിൽസ് പറയുന്നുണ്ട്. സെയിൽസ് 10 ക്വാണ്ടിറ്റി ട്രൗസേഴ്സ് വിത്ത് 10% ഡിസ്കൗണ്ട് ടു അനിൽ. സെയിൽസ് 20 ക്വാണ്ടിറ്റി ഷർട്ട് വിത്ത് 12% ഡിസ്കൗണ്ട് ടു രാജേഷ്. സെയിൽസ് 15 ക്വാണ്ടിറ്റി ഷർട്ട് ആൻഡ് ട്രൗസേഴ്സ് ബൈ ക്യാഷ് വിത്ത് 15% ഡിസ്കൗണ്ട്. ഈ 3 ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്യുന്നില്ല. ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചെയ്ത് നോക്കിയവർക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളത് തന്നെ ചെയ്യുക. അടുത്ത സെക്ഷനിൽ പറയുന്നത് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ. അതായത് ഒരു പ്രോഡക്റ്റ് ബൈ ചെയ്യുമ്പോൾ ഒരു പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന സെയിൽസിൽ സെയിൽസ് 10 ക്വാണ്ടിറ്റി ഓഫ് ട്രൗസേഴ്സ് ടു മുകേഷ്. മുകേഷ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് 10 ക്വാണ്ടിറ്റി ട്രൗസേഴ്സ് വിൽക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ 10 ട്രൗസേഴ്സ് ഈ മുകേഷ് പർച്ചേസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 20 ട്രൗസേഴ്സ് ആണ് ലഭിക്കുന്നത്. അതായത് ഒരെണ്ണം പർച്ചേസ് ചെയ്യുമ്പോൾ ഒരെണ്ണം ഫ്രീ ആയിട്ട് ലഭിക്കുന്നു. അതേപോലെ തന്നെ പല്ലവിക്കും വിൽക്കുന്നുണ്ട്. അത് 15 ട്രൗസേഴ്സ് ആണ്. 15 ട്രൗസേഴ്സ് പല്ലവി പർച്ചേസ് ചെയ്യുമ്പോൾ ആ പല്ലവിക്ക് 30 ട്രൗസേഴ്സ് ലഭിക്കും. അതായത് ഒരെണ്ണം മേടിക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ ആണ്. അതേപോലെ തന്നെ കിരണിനും വിൽക്കുന്നുണ്ട്. അതും 15 എണ്ണമാണ്. അപ്പോൾ അദ്ദേഹത്തിന് 30 എണ്ണം ലഭിക്കും. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ 10, 15, 15 ഈ ഒരു ക്വാണ്ടിറ്റിയുടെ എമൗണ്ട് ഇവരിൽ നിന്ന് ഈടാക്കുന്നുള്ളൂ. എന്നാൽ ഇവർക്ക് ലഭിക്കുന്നത് ഇതിന്റെ ഇരട്ടിയാണ്. അത് 10 എണ്ണം മേടിക്കുമ്പോൾ അദ്ദേഹത്തിന് 20 എണ്ണം ലഭിക്കുന്നു. പക്ഷേ 10 എണ്ണത്തിന്റെ പൈസ മാത്രമേ ഇദ്ദേഹം കൊടുക്കുന്നുള്ളൂ. ഇദ്ദേഹം 15 എണ്ണം പർച്ചേസ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിന് 30 എണ്ണം ലഭിക്കുന്നു. പക്ഷേ 15 എണ്ണത്തിന്റെ പൈസ മാത്രമേ അദ്ദേഹം കൊടുക്കുന്നുള്ളൂ. അതേപോലെ തന്നെ കിരണും 15 എണ്ണം പർച്ചേസ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് 30 എണ്ണം ലഭിക്കുന്നു. 15 എണ്ണത്തിന്റെ വില കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഈ ഒരു ട്രാൻസാക്ഷൻ എങ്ങനെയാണ് ടാലി റെക്കോർഡ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം ഗേറ്റ് ഓഫ് ടാലിയിൽ വൗച്ചർ സെലക്ട് ചെയ്ത് എൻ്റർ അടിക്കുകയാണ്. സെയിൽസ് ആണ് നടക്കുന്നത്. പാർട്ടീസ് നെയിം ആയിട്ട് തന്നിരിക്കുന്നത് ആദ്യം മുകേഷ്, പിന്നീട് പല്ലവി, പിന്നീട് കിരൺ ആണ്. ആദ്യം മുകേഷിന് നമുക്ക് ചെയ്യാം. Alt+C പറഞ്ഞിട്ട് ക്രിയേറ്റ് ചെയ്യാണ്. മുകേഷ്, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. സൺഡ്രി ഡെപ്റ്റർ ആണ് സെയിൽസ് ആയതുകൊണ്ട് മുകേഷ്. Ctrl+A സേവ് ചെയ്യുകയാണ്. Ctrl+A, Ctrl+A. സെയിൽസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
അത് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ആദ്യമായി സെയിൽ ചെയ്യേണ്ടത് ട്രൗസർ ആണ്. അത് സെലക്ട് ചെയ്യുന്നു, എന്റർ കീ പ്രസ് ചെയ്യുന്നു. ഇപ്പൊ നിലവിൽ നമ്മൾ പഠിച്ചിരുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതിനകത്ത് ക്വാണ്ടിറ്റി റേറ്റ് ഒക്കെ കൊടുക്കുന്ന രീതിയിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇതല്ല നമുക്ക് ആവശ്യം. ഇവിടെ യഥാർത്ഥത്തിൽ സെയിൽ ചെയ്യുന്ന ക്വാണ്ടിറ്റിയുടെ എമൗണ്ട് മേടിക്കുന്നില്ല. ഒരെണ്ണം സെയിൽ ചെയ്യുമ്പോൾ ഒരെണ്ണം ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു രീതി പറ്റില്ല. അതിനുവേണ്ടി നമ്മൾ ഇനി ചെയ്യേണ്ടത് ഇവിടുന്ന് F11 കീ പ്രസ് ചെയ്യുക. അതിൽ ഇൻവെന്ററിയിൽ എല്ലാവരും താഴെയായി യൂസ് സെപ്പറേറ്റ് ആക്ച്വൽ ആൻഡ് ബിൽഡ് ക്വാണ്ടിറ്റി കോളംസ് ഇൻ ഇൻവോയ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് എസ് കൊടുക്കുക, എന്റർ കീ പ്രസ് ചെയ്യുക, Ctrl+7 സേവ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇങ്ങനൊരു രീതിയിൽ നമുക്ക് ഈ ഒരു വൗച്ചർ മാറി കിട്ടുന്നതാണ്. എന്റെ അടിക്കുന്നു, Ctrl+A സെയിൽസ്. ഇവിടെ ട്രൗസേഴ്സിന്റെ കേസിൽ ആദ്യം 10 ട്രൗസേഴ്സ് ആണ് മുകേഷിന് വെക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒരു ട്രൗസർ വിൽക്കുമ്പോൾ ഒരെണ്ണം ഫ്രീ ആയിട്ട് ലഭിക്കുന്നു. അപ്പൊ 10 എണ്ണം അദ്ദേഹം പർച്ചേസ് ചെയ്യുമ്പോൾ 10 എണ്ണം അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ആക്ച്വൽ കൊടുക്കുന്നത് 20 ആണ്, 20 എണ്ണമാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. ഓക്കെ, എന്നാൽ ബില്ല് ചെയ്യുന്നത് 10 എണ്ണത്തിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ആക്ച്വൽ കോളത്തിൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന സെയിൽ ചെയ്യുന്ന ക്വാണ്ടിറ്റിയാണ് കൊടുക്കേണ്ടത്. ബില്ല് ചെയ്യുന്നത് 10 എണ്ണം മാത്രമേ ഉള്ളൂ. റേറ്റ് നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെ തന്നിട്ടുണ്ട്. റേറ്റ് 400 രൂപയാണ് ട്രൗസറിന്റെ റേറ്റ്. ഓക്കെ, അപ്പൊ ഇവിടെ 400 സെലക്ട് ചെയ്യും. എന്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ബിൽഡ് കോളത്തിൽ വന്ന ആ ക്വാണ്ടിറ്റിയുടെ എമൗണ്ട് മാത്രമേ ഇവിടെ കാൽക്കുലേറ്റ് ആയിട്ടുള്ളൂ. അതായത് 10 × 400 4000 രൂപ. 20 ക്വാണ്ടിറ്റി ആണ് യഥാർത്ഥത്തിൽ ബില്ലാകുന്നതെങ്കിൽ 20 × 4 8000 രൂപയാണ് വരേണ്ടത്. ഇവിടെ 10 പീസിന്റെ എമൗണ്ട് മാത്രമേ കാൽക്കുലേറ്റ് ആയിട്ടുള്ളൂ. ഈ ഒരു ഫംഗ്ഷന്റെ അഡ്വാൻറ്റേജ് അതാണ്. അതായത് യഥാർത്ഥത്തിൽ നമ്മുടെ സ്റ്റോക്കിൽ നിന്ന് 20 യൂണിറ്റ് കുറയും, എന്നാൽ ബില്ലാകുന്നത് യഥാർത്ഥത്തിൽ എത്ര ക്വാണ്ടിറ്റിയുടെ എമൗണ്ട് ആണ് കസ്റ്റമേഴ്സിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു എമൗണ്ട് മാത്രമേ ഇവിടെ കാൽക്കുലേറ്റ് ആകത്തുള്ളൂ. അതാണ് ഈ ഒരു ഫംഗ്ഷന്റെ അഡ്വാൻറ്റേജ്. എന്റർ കീ പ്രസ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ട്രൗസറിന്റെ കേസ് മാത്രമേ മുകേഷിനുള്ളൂ. സേവ് ചെയ്തു. ഒരു കാര്യം കൂടെ ചെക്ക് ചെയ്യാം. പേജ് അപ്പ് കൊടുക്കുന്നു. ഇവിടെ ട്രൗസേഴ്സിന്റെ കേസ് എന്റെ അടിക്കുന്നു. നോക്കുക, ഷർട്ടിന്റെ കേസിൽ ഇപ്പോ 500 എണ്ണം ഉണ്ട്. ട്രൗസേഴ്സിൽ 480 എണ്ണേ ഉള്ളൂ. അതായത് ആക്ച്വൽ ആയിട്ട് ബില്ല് ചെയ്തിരിക്കുന്നത് 10 എണ്ണം വിറ്റതായിട്ട് കാണിച്ചു, പക്ഷേ 20 എണ്ണം ക്വാണ്ടിറ്റിയിൽ കുറഞ്ഞു. 20 എണ്ണത്തിന്റെ പൈസ നമ്മൾ മേടിച്ചിട്ടില്ല, 10 എണ്ണത്തിന്റെ പൈസ മേടിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഇങ്ങനെ യഥാർത്ഥത്തിൽ ക്വാണ്ടിറ്റി കുറയും, പക്ഷേ പൈസ മേടിക്കുന്നില്ല. ആ തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അടുത്ത ട്രാൻസാക്ഷൻ സെയിൽസ് 15 ക്വാണ്ടിറ്റി ട്രൗസേഴ്സ് ടു പല്ലവി, അതേപോലെ തന്നെ സെയിൽസ് 15 ക്വാണ്ടിറ്റി ഷർട്ട് ടു കിരൺ. ഈ രണ്ട് ട്രാൻസാക്ഷനും ഞാൻ ഇപ്പോൾ ചെയ്ത പോലെ നിങ്ങൾ ചെയ്ത് നോക്കുക. അതിനുശേഷം പറയുന്നത് ബൈ ടു ഗെറ്റ് 1 ഫ്രീ, അതായത് 2 എണ്ണം വിൽക്കുമ്പോൾ 1 എണ്ണം ഫ്രീ. ആ രീതിയിലുള്ള ഒരു സ്കീമാണിത്. ഇതിൽ ആദ്യത്തെ സെയിൽസ് 20 ക്വാണ്ടിറ്റി ഓഫ് ട്രൗസേഴ്സ് ടു നികുഞ്ചി, അത് കഴിഞ്ഞിട്ട് സെയിൽസ് 20 ക്വാണ്ടിറ്റി ഓഫ് ഷർട്ട് ടു നിഷ. ഓക്കെ, അപ്പൊ ഈ രണ്ട് ട്രാൻസാക്ഷൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം പാർട്ടി നെയിം ക്രിയേറ്റ് ചെയ്യണം. Alt+C പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യാണ്. നികുഞ്ചി സൺഡേ ഡെപ്റ്റർ ആണ്. Ctrl+A സേവ് ചെയ്യുന്നു. Ctrl+A സെയിൽസ് ലെജർ ആണ്, സെലക്ട് ചെയ്യുന്നു. ഇവിടെ 2 ഐറ്റം ബൈ ചെയ്യുമ്പോൾ 1 എണ്ണമാണ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നത്. അപ്പൊ 20 എണ്ണം ബൈ ചെയ്യുമ്പോൾ ലഭിക്കുന്നത് 10 എണ്ണമാണ്. അതിന്റെ പകുതിയെ ലഭിക്കത്തുള്ളൂ. ഓക്കെ, അതായത് 20 ട്രൗസർ പർച്ചേസ് ചെയ്യുമ്പോൾ 10 എണ്ണം അതേ പറ്റി ലഭിക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ട്രൗസേഴ്സ് ആണ്. ആക്ച്വൽ ആയിട്ട് നമ്മൾ 30 എണ്ണം വിൽക്കുന്നു, എന്നാൽ ബില്ല് ചെയ്യുന്നത് 20 എണ്ണേ ഉള്ളൂ. ഓക്കെ, ബാക്കി ഫ്രീ ആണ്. അപ്പം 20 × 400 8000 രൂപ. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്റർ പ്രസ് ചെയ്യാം, സേവ് ചെയ്യാം. അടുത്ത ട്രാൻസാക്ഷൻ സെയിൽസ് 20 ക്വാണ്ടിറ്റി ഷർട്ട് ടു നിഷ. നിഷയ്ക്ക് 20 ക്വാണ്ടിറ്റി ഷർട്ട് വിൽക്കുന്നു എന്നാണ് പറയുന്നത്. ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്യണം. 20 ക്വാണ്ടിറ്റി വിൽക്കുമ്പോൾ 30 എണ്ണമാണ് നിഷയ്ക്ക് ലഭിക്കുന്നത്. 10 എണ്ണം ഫ്രീ ആണ്. അപ്പൊ 20 എണ്ണത്തിന്റെ ക്വാണ്ടിറ്റിയെ ബില്ല് ചെയ്യുന്നുള്ളൂ. അപ്പൊ ആക്ച്വൽ കോളത്തിൽ 30 എണ്ണവും ബില്ല് കോളത്തിൽ 20 എണ്ണമാണ് വരേണ്ടത്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കാം. അടുത്ത സെക്ഷൻ ബൈ 1 ട്രൗസർ ഗെറ്റ് 1 ഷർട്ട് ഫ്രീ, അതായത് ഒരു ട്രൗസർ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു ഷർട്ട് ഫ്രീ ലഭിക്കുന്നു. ഒരു സ്റ്റോക്ക് ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ മറ്റൊരു സ്റ്റോക്ക് ഐറ്റം ആണ് ഫ്രീ ലഭിക്കുന്നത്. ഇത് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കണം. ഇവിടെ പറയുന്ന ട്രാൻസാക്ഷൻ സെയിൽസ് 6 ക്വാണ്ടിറ്റി ഓഫ് ട്രൗസേഴ്സ് ടു നികിത. നികിതയ്ക്ക് 6 ക്വാണ്ടിറ്റി ട്രൗസേഴ്സ് വിൽക്കുന്നു. അപ്പൊ 6 ക്വാണ്ടിറ്റി ട്രൗസേഴ്സ് നികിതയ്ക്ക് വിൽക്കുമ്പോൾ നികിതയ്ക്ക് 6 ഷർട്ട് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ സെയിൽസ് 10 ക്വാണ്ടിറ്റി ട്രൗസേഴ്സ് ടു നികത് ഷാ. നികത് ഷായ്ക്ക് 10 ക്വാണ്ടിറ്റി ട്രൗസേഴ്സ് വിൽക്കുമ്പോൾ 10 ക്വാണ്ടിറ്റി ഷർട്ടും കൂടി ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഈ രീതിയിൽ ഒരു ട്രാൻസാക്ഷൻ വന്നാൽ എങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം സെയിൽസ് വൗച്ചർ സെലക്ട് ചെയ്യുന്നു. പാർട്ടീസ് നെയിം ആയിട്ട് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്യണം. Alt+C പറഞ്ഞിട്ട് നികിത സെലക്ട് ചെയ്യുന്നു. സൺഡേ ഡെപ്റ്റർ ആണ്. Ctrl+A സേവ് ചെയ്യണം. Ctrl+A സെയിൽസ് ലെജർ ആണ്. ഇവിടെ സ്റ്റോക്ക് ഐറ്റം ട്രൗസർ ആണ്. നികിതയ്ക്ക് 6 എണ്ണമാണ് നമ്മൾ വിൽക്കുന്നത്. അപ്പോൾ ആക്ച്വലായിട്ട് 6, ബിൽഡും 6 ആണ്. 6 എണ്ണത്തിന്റെ ബില്ല് ചെയ്യുന്നുണ്ട്. എന്നാൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്നത് ഷർട്ടാണ്. 6 എണ്ണം തന്നെ ഫ്രീ ആയിട്ട് ലഭിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ ഞാൻ 6 ഇവിടെ കൊടുക്കുന്നു, ബില്ലിനകത്ത് ഞാൻ 0 കൊടുക്കാന്ന് വിചാരിക്കാം, എമൗണ്ട് ഒന്നും കൊടുക്കുന്നില്ല. ഇങ്ങനെ കൊടുത്ത് ഞാൻ ഈ ഒരു ട്രാൻസാക്ഷൻ സേവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ അക്സെപ്റ്റ് ആവും. പക്ഷേ ഞാൻ പേജ് അപ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, കണ്ടോ, നിങ്ങൾ ആ ട്രൗസറിന്റെ സെയിൽസ് മാത്രമേ അവിടെ വന്നുള്ളൂ. ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ
ടാലിയിൽ എമൗണ്ട് കൊടുക്കാതെ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അതായത് സീറോ വാല്യൂ ട്രാൻസാക്ഷൻ നമുക്ക് ഇതിനകത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. മുമ്പത്തെ കേസിൽ നമ്മൾ എമൗണ്ട് ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു ഈ പറയുന്ന ഷർട്ടിന്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ട്രാൻസാക്ഷൻ, അതായത് നമ്മൾ എമൗണ്ട് എൻട്രി ചെയ്യാതെ ഒരു ട്രാൻസാക്ഷൻ നമുക്ക് റെക്കോർഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഒരു ഫംഗ്ഷൻ ആക്ടിവിറ്റി കൊടുക്കണം. ഇവിടുന്ന് എസ്കേപ്പ് അടിച്ച് ബാക്കിലോട്ട് വരികയാണ്. അതിന് വേണ്ടിയിട്ട് മാസ്റ്റേഴ്സിൽ ഓൾട്ടർ ഓപ്ഷൻ എടുക്കുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. അതിൽ വൗച്ചർ ടൈപ്പ് എടുക്കുകയാണ്. അതിൽ സെയിൽസ് വൗച്ചർ സെലക്ട് ചെയ്യുന്നു, എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. ഇവിടെ എൻ്റെ എഴുതി താഴോട്ട് വരുമ്പോൾ അലൗ സീറോ വാല്യൂ ട്രാൻസാക്ഷൻസ് എസ് കൊടുക്കുക, അത് എൻ്റർ ചെയ്യുക, കൺട്രോൾ പ്രസ് ചെയ്യുക, സേവ് ചെയ്യുക. ഈ ഒരു ഫംഗ്ഷൻ ആക്ടിവേറ്റ് ആയിട്ട് കിടന്നെങ്കിൽ മാത്രമേ ഈ വൗച്ചർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിൽ സീറോ വാല്യൂ, അതായത് എമൗണ്ട് കൊടുക്കാതുള്ള കാര്യങ്ങൾ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കൺട്രോൾ പ്രസ് ചെയ്യുക, സേവ് ചെയ്യുകയാണ്. എസ്കേപ്പ് പിടിച്ച് ബാക്കിലോട്ട് വരിക. ഇതിനുശേഷം വൗച്ചേഴ്സ് എടുക്കുന്നു. ലാസ്റ്റ് ട്രാൻസാക്ഷൻ ഇതായിരുന്നു, പേജ് അപ്പ് കൊടുക്കുന്നു. നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷനകത്തുണ്ട് ട്രൗസേഴ്സ് 6 യൂണിറ്റ് ആണ്. അതിനുശേഷം ഇവിടെ ഷർട്ടാണ്, ഷർട്ട് 6 തന്നെയാണ് ഫ്രീ കിട്ടുന്നത്. അപ്പൊ ആക്ച്വലി ഞാൻ 6 കൊടുക്കുന്നു, ബില്ല് 0 കൊടുക്കുകയാണ്. എൻ്റെ കീ പ്രസ് ചെയ്യുന്നു, സേവ് ചെയ്യാം. ഇപ്പോ ഞാൻ ഒന്നുകൂടി പേജ് അപ്പ് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടോ, ഓൾറെഡി ആ ഷർട്ട് അവിടെ നിന്ന് കുറഞ്ഞായിട്ട്, അതായത് ഷർട്ടിന്റെ 6 നമ്പേഴ്സ് ബില്ലിൽ വന്നിട്ടുണ്ട്. ഇതിന് മുമ്പ് നമ്മൾ ചെയ്തപ്പോൾ അത് വന്നില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മൾ സീറോ വാല്യൂ ട്രാൻസാക്ഷനെ എനേബിൾ ചെയ്യാത്തതുകൊണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ആ 6 പീസസ് ഷർട്ടിന്റെ സ്റ്റോക്കിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട്. നമുക്കത് വേണേൽ ചെക്ക് ചെയ്യാം. ഷർട്ടിന്റെ കേസ് എടുക്കുമ്പോൾ ഷർട്ടിന്റെ കയ്യിൽ 494 ആയിട്ടുണ്ട്, 6 കുറഞ്ഞു. ഇതിന് മുമ്പുള്ള ട്രാൻസാക്ഷൻ നമ്മൾ ചെയ്തപ്പോൾ, അതായത് വൗച്ചേഴ്സിൽ സീറോ വാല്യൂ ട്രാൻസാക്ഷന്റെ ആ ഒരു ഫംഗ്ഷൻ ആക്ടിവിറ്റി ആക്കി കൊടുക്കുന്നതിന് മുമ്പ് നമുക്കിങ്ങനെ സംഭവിച്ചിട്ടില്ലായിരുന്നു, അത് സെയിലായിട്ട് വന്നില്ലായിരുന്നു. ഇവിടെ സംഭവിച്ചത് ആ സ്റ്റോക്ക് ഐറ്റത്തിൽ നിന്ന് അത് കുറയുകയും ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാൽ അതിന്റെ ബില്ല് വന്നിട്ടുമില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു ഫംഗ്ഷന്റെ അഡ്വാൻറ്റേജ് അതാണ്. ഇനി ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് സാമ്പിൾ കൊടുക്കും. അതായത് ഇപ്പോൾ ഇവിടെ ഒരു ട്രൗസർ പർച്ചേസ് ചെയ്തപ്പോൾ ഒരു ഷർട്ട് ഫ്രീ ആയിട്ട് കൊടുത്തു. വേറെ സ്റ്റോക്ക് ഐറ്റം വന്നപ്പോൾ നമുക്ക് ഈ സീറോ വാല്യൂ ട്രാൻസാക്ഷൻ ആവശ്യമായി വന്നു. എന്നാൽ ചില സമയങ്ങളിൽ ഇപ്പൊ ഫുഡ് ഐറ്റംസിന്റെ കേസാണ് ഞാൻ പറഞ്ഞത്, സാമ്പിൾ ആയിട്ട് ഫുഡ് ഐറ്റംസ് കൊടുക്കാറുണ്ട്. അത് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം കസ്റ്റമേഴ്സ് അത് പർച്ചേസ് ചെയ്യുന്ന രീതി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചില സമയത്ത് ഇതേപോലെ കൊടുക്കുമ്പോൾ അത് ക്യാഷ് ഈടാക്കുന്നില്ല. അപ്പൊ ഈ സാമ്പിൾ ആയിട്ട് കൊടുക്കുന്ന സ്റ്റോക്കിനും ക്യാഷ് ഈടാക്കുന്നില്ല. അതും നമ്മൾ ഈ രീതിയിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്. പക്ഷെ അതിന് ചെറിയ വ്യത്യാസതയുണ്ട്, നമുക്ക് നോക്കാം. സാമ്പിൾ ആയിട്ടൊരു പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കുകയെന്ന് വിചാരിക്കുക. സാമ്പിളായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ പൈസ അതിനകത്ത് ഈടാക്കുന്നില്ല, പക്ഷെ നമ്മുടെ സ്റ്റോക്കിൽ നിന്ന് കുറയുകയും വേണം. അപ്പോൾ സാമ്പിൾ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാർട്ടീസ് നെയിം നമ്മൾ എപ്പോഴും അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കേസ് നമ്മൾ ചെയ്യുന്നുണ്ട് എങ്കിൽ കസ്റ്റമർ എന്നൊരു പാർട്ടി നെയിം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടേക്ക്. കസ്റ്റമേഴ്സ് സൺഡേ ഡെപ്റ്റർ തന്നെ കൊടുക്കുക. സെയിൽസ് ചെയ്യുമ്പോഴാണല്ലോ സംഭവിക്കുന്നത്. കൺട്രോൾ പ്ലസ് സേവ് വയ്ക്കുക. കൺട്രോൾ പ്ലസ് സേവ്. ഒരിക്കലും നമ്മൾ ക്യാഷ് പാർട്ടി നെയിമായിട്ട് കൊടുക്കരുത്. സാമ്പിളായിട്ട് സാധനങ്ങൾ കൊടുക്കുന്ന സമയത്ത് അത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി. ഇപ്പം ഇവിടെ സെയിൽസിന് പകരം ഒരു ലെഡ്ജർ ഞാൻ ക്രിയേറ്റ് ചെയ്യണം. ഓൾട്ടർ പ്ലസ് സേവ് പറഞ്ഞിട്ട് സാമ്പിൾ, ഇതിന്റെ അണ്ടർ സെയിൽസ് തന്നെ കൊടുക്കുകയാണ്. സെയിൽസ് അക്കൗണ്ട് കൺട്രോൾ പ്ലസ് സേവ് ചെയ്യും. ഇങ്ങനെ സെയിൽസിന്റെ അണ്ടറിൽ സാമ്പിൾ എന്നൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യേണ്ട ഉദ്ദേശം സാമ്പിളായിട്ട് എത്ര ക്വാണ്ടിറ്റി സാധനങ്ങൾ ഒരു വർഷം വിറ്റു അതിന്റെ ഒരു ആക്ച്വൽ കണക്കറിയാൻ വേണ്ടിയിട്ടാണ് സാമ്പിളിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു ലെഡ്ജർ അണ്ടർ സെയിൽസ് അക്കൗണ്ട് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. സാമ്പിൾ അല്ലാതെ നടന്ന സെയിൽ എത്ര, സാമ്പിൾ എന്ന രീതിയിൽ നടന്ന സെയിൽ എത്ര, ആ രീതിയിൽ എത്ര ക്വാണ്ടിറ്റി സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് കസ്റ്റമേഴ്സിന്, അത് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രത്യേക ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് ഈ ഒരു സ്റ്റോക്കിന്റെ കേസ് വെച്ചിട്ട് ഷർട്ടാണെന്ന് വിചാരിക്കും. ഒരു ഷർട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഷർട്ട് എന്ന് എടുക്കുന്നു. ആക്ച്വൽ 1 ബില്ല് കൊടുക്കുന്നില്ല, എമൗണ്ട് കൊടുക്കാതെ അടിക്കുന്നു, സേവ് ചെയ്യാം. പേജ് അപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ട്രാൻസാക്ഷൻ അവിടെ ഉണ്ട്. ഓക്കെ, അതായത് നിലവിൽ സ്റ്റോക്കിൽ നിന്ന് ഷർട്ട് എന്ന സ്റ്റോക്ക് ഐറ്റം അവിടെ കുറഞ്ഞിട്ടുണ്ട്. ഷർട്ടിന്റെ കേസിൽ 493 കുറച്ചു മുമ്പ് 494. അതായത് സാമ്പിൾ എന്ന രീതിയിലും ഗുഡ്സ് കസ്റ്റമേഴ്സിന് കൊടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഫംഗ്ഷൻ ഇത് തന്നെയാണ്. സാമ്പിളിന്റെ കേസിൽ ഇതേപോലെ സാമ്പിളിന് വേണ്ടിയിട്ട് പ്രത്യേകം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് സാമ്പിൾ എന്ന രീതിയിൽ എത്ര സ്റ്റോക്ക് ഐറ്റം വിറ്റുമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ സാധിക്കത്തുള്ളൂ. ഇതിൽ ഈ 2 കാര്യങ്ങളും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വൗച്ചേഴ്സിൽ നമ്മൾ സീറോ വാല്യൂ ട്രാൻസാക്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇതെല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, അതിനുശേഷം ഈ മോഡലിൽ തന്നെ വേറെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് നിങ്ങൾ തന്നെ ചെയ്യുക. എന്റെ ആൻസർ വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സിൽ ഇത്ര മാത്രം. ഇതെല്ലാവരും ചെയ്തു നോക്കുക. വീഡിയോ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ച് ചെയ്തു നോക്കുക. ഈ ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ തൊട്ട് താഴെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നമുക്ക് അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്